നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് മുത്തശ്ശിയും പേരക്കിടാവും മരിച്ചു. അർമുഖന്റെ ഭാര്യ രാജേശ്വരി 45 വയസ്സ്, പേരക്കിടാവ് ജ്ഞാനപ്രിയ 15 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാലവർഷം കനത്തതിനെ തുടർന്ന് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഴ കനത്തതോടെ ചാലക്കുടി മേഖലയിൽ പല ഭാഗത്തും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറി പലയിടത്തും ഗതാഗതം നിലച്ചു. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം ചെക്ക് പോസ്റ്റിനടുത്ത് തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് മുത്തശ്ശി പേരക്കിടാവും മരിച്ചു. അർമുഖന്റെ ഭാര്യ രാജേശ്വരി 45 വയസ്സ്, പേരക്കിടാവ് ജ്ഞാനപ്രിയ 15 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെയാണ് നാട്ടുകാർ സംഭവം അറിഞ്ഞത്. രാജേശ്വരിയുടെ കൈ മണ്ണിന് മുകളിലേക്ക് പൊന്തി നിന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. മണ്ണ് നീക്കി മൃതദേഹങ്ങൾ പുറത്തെടുത്തു. കാലവർഷം കനത്തതിനെ തുടർന്ന് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി 25 അംഗ NDRF സംഘം എത്തി. വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇതുകൂടാതെ 50 അംഗ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെയും തലപ്പള്ളി, തൃശൂർ, ചാലക്കുടി താലൂക്കുകളിലേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. വെള്ളക്കെട്ട്, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്നും പ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് കർശന നിർദ്ദേശം നൽകി. ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഇന്നും നാളെയും ജൂലൈ 30, 31 തീയതികളിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചാലക്കുടി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി. അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട് യാത്രയ്ക്ക് അനുമതി തേടാവുന്നതാണ്. ആവശ്യത്തിന് പോലീസ്, ഫയർഫോഴ്സ് സേനയും വിവിധയിടങ്ങളിൽ സജ്ജരാണ്. താലൂക്ക് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് എല്ലാ ഡെപ്യൂട്ടി കളക്ടർമാരും, തഹസിൽദാർമാരും, വില്ലേജ് ഓഫീസർമാരും ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ജില്ലയിൽ പീച്ചി, വാഴാനി, പെരിങ്ങൽകൂത്ത്, പൂമല, അസുരൻകുണ്ട്, പത്താഴക്കുണ്ട് ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. ഡാം ഷട്ടർ ഉയർത്തുന്നതിന് മുന്നോടിയായുള്ള അതീവ ജാഗ്രതാ സന്ദേശം അതത് പ്രദേശങ്ങളിൽ അനൗൺസ്മെന്റുകളായി പുറപ്പെടുവിക്കുന്നുണ്ട്. ജില്ലയിൽ 6 താലൂക്കുകളിലായി നിലവിൽ 31 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 299 കുടുംബങ്ങളിലെ 1042 പേരാണുള്ളത്. ഇതിൽ 410 പുരുഷന്മാരും 465 സ്ത്രീകളും 167 കുട്ടികളും ഉൾപ്പെടുന്നു. ചാലക്കുടി 4, മുകുന്ദപുരം 2, തൃശൂർ 7, തലപ്പള്ളി 12, ചാവക്കാട് 1, കുന്നംകുളം 5 എന്നിങ്ങനെയാണ് വിവിധ താലൂക്കുകളിലായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകളുടെ എണ്ണം. ക്യാമ്പുകളിൽ പ്രവർത്തനങ്ങൾ വില്ലേജ് ഓഫീസർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും സംയുക്തമായി നടപ്പാക്കും. ക്യാമ്പിൽ കഴിയുന്നവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ജില്ലാ ആരോഗ്യ വിഭാഗത്തിനും നിർദ്ദേശം നൽകി. മീഡിയ ടൈം, തൃശൂർ. മഴ കനത്തതോടെ ചാലക്കുടി മേഖലയിൽ പല ഭാഗത്തും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറി പലയിടത്തും ഗതാഗതം നിലച്ചു. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. പുലർച്ചെ 5ഓടെ അന്തർ സംസ്ഥാന പാതയായ അതിരപ്പിള്ളി റോഡിൽ കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പരിയാരം മംഗലൻ കോളനിയിലെ വീട്ടുകാരെ സെന്റ് ജോർജ് സ്കൂളിലേക്ക് മാറ്റി. കൂടപ്പുഴ കുട്ടാടൻ പാടത്ത് വെള്ളം കയറി. ഈ ഭാഗത്തുള്ളവരെ തിരുമാന്താനം ക്ഷേത്ര ഹാളിലേക്ക് മാറ്റി. മുരുങ്ങൂർ ഡിവൈൻ കോളനിയിലും വെള്ളം കയറി. ചാലക്കുടി പരിയാരം പഞ്ചായത്തിൽ 3 ക്യാമ്പുകൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ പറഞ്ഞു. പരിയാരം സെന്റ് ജോർജ് സ്കൂൾ, കുറ്റിക്കാട് സ്കൂൾ, IHDP കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുടങ്ങിയിരിക്കുന്നത്. മംഗലൻ കോളനി, കാഞ്ഞിരപ്പള്ളി, കമ്മളം എന്നിവിടങ്ങളിലുള്ളവരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൽ രക്ഷാദൗത്യ യോഗം നടത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഞാൻ പ്രസിഡന്റാണ്. നമ്മുടെ മഴക്കാലം വരുമ്പോൾ വെള്ളം കൂടുന്ന സംഭവങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ 2-3 വാർഡുകളിൽ ഉണ്ടാവാറുണ്ട്. ഇത് സർവ്വസാധാരണമാണ്. അവരെ ക്യാമ്പിലേക്ക് പുനരധിവസിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിന് വേണ്ട നടപടികൾ
ഭരണാധികാരികൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം 3 ക്യാമ്പുകളാണ് നമ്മൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ളത്. ഒന്ന് പരിയാരം സെൻറ് ജേബീസ് സ്കൂളിലും 2 കുറ്റിക്കാട് സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IHDP കോളനിയിൽ കമ്മ്യൂണിറ്റി ഹാളിലും നമ്മൾ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ 2 വാർഡുകളിലാണ് എല്ലാ വർഷവും വെള്ളം കയറുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ശക്തമായ മഴയെ തുടർന്ന് ചാലക്കുടി പുഴ കരകവിഞ്ഞ് അന്നമനട സൗഹൃദ തീരം, വാളൂർ പാടം, എരയാംകുടി, മാമ്പ്ര പ്രദേശങ്ങളിൽ റോഡുകളിലും വീടുകളിലും വെള്ളം കയറി. മേലടൂർ സർക്കാർ സമിതി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കുഴൂർ, കുണ്ടൂർ, കൊച്ചുകടവ് ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കനത്ത മഴയിൽ പാലപ്പിള്ളി എച്ചിപ്പാറ പ്രദേശത്ത് മലവെള്ളപ്പാച്ചിൽ. എച്ചിപ്പാറ സ്കൂളിന് സമീപത്തെ തോട് കരകവിഞ്ഞു. സമീപത്തെ വീടുകളിലും പറമ്പുകളിലും വെള്ളം ഇരച്ചുകയറി. കലങ്ങിയ ചെളിവെള്ളമാണ് കുത്തിയൊലിച്ചു വന്നത്. അതോടെ നാട്ടുകാർ ഉരുൾപൊട്ടിയെന്ന ആശങ്കയിലായി. 15 മിനിറ്റോളം ശക്തമായ മലവെള്ളപ്പാച്ചിലുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കനത്ത നീരൊഴുക്കിൽ എച്ചിപ്പാറ ചക്കുങ്ങൽ നസീറിന്റെ വീട്ടുമതിൽ തകർന്നു. പൂവത്തിങ്കൽ അയ്യൂബിന്റെ വീട്ടിലും എച്ചിപ്പാറ മദ്രസയിലും വെള്ളം കയറി. താമസിയാതെ പാലപ്പിള്ളി സെന്ററിലേക്ക് മലവെള്ളം കുത്തിയൊലിച്ചെത്തി. കൊച്ചിൻ മലബാർ റബ്ബർ എസ്റ്റേറ്റിലെ കാനകൾ കവിഞ്ഞാണ് സെന്ററിൽ വെള്ളം എത്തിയത്. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയിൽ റോഡ് വെള്ളക്കെട്ടിലായി. ചെറുവാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയായി. തോട്ടത്തിലെ കാനകൾ വേണ്ടവിധം ശുചീകരിക്കാത്തത് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. രാത്രിയിൽ മഴ കനത്താൽ കൂടുതൽ പ്രദേശത്തേക്ക് വെള്ളം എത്തുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഉയർന്ന ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വെള്ളം തോട്ടത്തിലെ കാനകളിലൂടെ ഒഴുക്കിവിടാൻ കമ്പനി അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുത്തിയൊഴുകിയെത്തുന്ന വെള്ളം റോഡ് തകരാൻ ഇടയാക്കുമെന്ന ആശങ്കയുമുണ്ട്. കോടികൾ ചെലവഴിച്ച് മാസങ്ങൾക്ക് മുൻപാണ് പാലപ്പിള്ളി ചിമ്മിനി ഡാം റോഡ് നവീകരിച്ചത്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മലക്കപ്പാറ ഷോളയാർ ഡാമിന് സമീപം തമിഴ്നാട് അതിർത്തിയായ മുക്ക് റോഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് മുത്തശ്ശിയും പേരക്കിടാവും മരിച്ചു. അർമുഖന്റെ ഭാര്യ രാജേശ്വരി 45 വയസ്സ്, പേരക്കിടാവ് ജ്ഞാനപ്രിയ 15 വയസ്സ് എന്നിവരാണ് മരിച്ചത്. കാലവർഷം കനത്തതിനെ തുടർന്ന് ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി വടക്കാഞ്ചേരി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മഴ കനത്തതോടെ ചാലക്കുടി മേഖലയിൽ പല ഭാഗത്തും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറി പലയിടത്തും ഗതാഗതം നിലച്ചു. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.